ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒന്നാം വർഷ ബിരുദ പ്രവേശനം 2024 റിലേറ്റ് ചെയ്ത് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ ഒഴിവുള്ള ബിരുദ സീറ്റുകളിലേക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റ് 2024 ഓഗസ്റ്റ് 22 സ്വാശ്രയ UIT IHRD കോളേജുകളിൽ ഒഴിവുള്ള ബിരുദ സീറ്റുകളിലേക്ക് കോളേജ് ലെവൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 23 നടത്തപ്പെടുന്നതായിരിക്കും. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. കേരള സർവകലാശാലയുടെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് 2024 ഓഗസ്റ്റ് 22 കേരള സർവകലാശാല സെനറ്റ് ഹാൾ തിരുവനന്തപുരത്ത് വെച്ച് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നു. വിദ്യാർത്ഥികൾ അപേക്ഷയുടെ പ്രിൻ്റ് മുകളിൽ പറഞ്ഞിരിക്കുന്ന സെൻറ്ററുകളിൽ രാവിലെ 10 മണിക്ക് മുമ്പായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷൻ സമയം 8:30 മുതൽ 10 മണി വരെ ആയിരിക്കും. ഈ സമയം കഴിഞ്ഞ് വരുന്നവരെ ഒരു കാരണവശാലും പരിഗണിക്കുന്നതായിരിക്കില്ല. അലോട്ട്മെൻറ്റ് സെൻറ്ററുകളിൽ വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. ഏതെങ്കിലും കാരണത്താൽ നേരിട്ട് ഹാജരാകാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾ ഓതറൈസേഷൻ ലെറ്റർ അഥവാ സാക്ഷ്യപത്രം നൽകേണ്ടതാണ്. അതായത് രക്ഷകർത്താവിന് നൽകി അയക്കാവുന്നതാണ്. കേരള സർവകലാശാലയുടെ അഫിലിയേറ്റഡ് ചെയ്തിട്ടുള്ള സ്വാശ്രയ UIT IHRD കോളേജുകളിലെ ഒഴിവുള്ള സീറ്റുകൾക്ക് ഓഗസ്റ്റ് 23 അലോട്ട്മെൻറ്റ്. കോളേജ് ലെവൽ 2024 ഓഗസ്റ്റ് 23 സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ അതാത് കോളേജുകൾ രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നിലവിൽ കേരള സർവകലാശാല അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിൽ അഡ്മിഷനുള്ള വിദ്യാർത്ഥികളെ പ്രസ്തുത സ്പോട്ട് അഡ്മിഷനിൽ പരിഗണിക്കുന്നതായിരിക്കില്ല. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ കൈവശം എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും TC അടക്കമുള്ളത് ഉണ്ടായിരിക്കേണ്ടതാണ്. സ്പോട്ട് അലോട്ട്മെൻറ്റ് കോളേജും കോഴ്സും അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും മാറ്റം അനുവദിക്കില്ല. ഇതുവരെ അഡ്മിഷൻ ഫീ അടയ്ക്കാത്ത വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ SC വിദ്യാർത്ഥികൾക്ക് 930 രൂപയും ജനറൽ മറ്റ് സംവരണ വിഭാഗക്കാർക്ക് 1850 രൂപയുമാണ് അത് അടയ്ക്കേണ്ടതായി. ഇതിനായിട്ട് പ്രത്യേകം ടൈമൊന്നും അനുവദിക്കില്ല. അഡ്മിഷൻ കിട്ടുന്ന ആ ഒരു സ്പോട്ടിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് നടത്തണം. വിവിധ മേഖലകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കോളേജുകളുടെ വിവരം, ഒഴിവുള്ള സീറ്റുകളുടെ വിവരം എന്നിവ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പം ഓഗസ്റ്റ് 22 ഓഗസ്റ്റ് 23 തീയതികളിലാണ് അത് കാറ്റഗറി ബേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേക്കൻസീസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക, അഡ്മിഷൻ പങ്കെടുക്കുക. താങ്ക്